ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. ധർമ്മടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 39 സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തപാൽ വോട്ടിനുള്ള അപേക്ഷാ സമർപ്പണം ശനിയാഴ്ച വരെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ചയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. 24-ന് സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. റമദാൻ പ്രമാണിച്ച് നാളെ പൊതു അവധിയായതിനാൽ പത്രികകൾ സ്വീകരിക്കില്ല. പത്രികാ സമർപ്പണത്തിന് പരിമിതമായ സമയം മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21-ന് മുമ്പായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. 40% ഭിന്നശേഷിയുള്ള വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും പോസ്റ്റൽ ബാലറ്റിനുള്ള ഫോം 12D BLOമാർ വിതരണം ചെയ്തു തുടങ്ങി. പൂരിപ്പിച്ച ഫോമുകൾ BLOമാർ തന്നെ തിരികെ വാങ്ങി വീടുകളിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി പ്രത്യേകം ജീവനക്കാരെ നിയോഗിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12Dയിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 85 വയസ്സ് പിന്നിട്ടവർക്കും 40%-ലേറെ ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അഗ്നിരക്ഷാസേന പോലെ അവശ്യ സർവീസ് മേഖലയിലുള്ളവർക്കും അവരവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. സൈനികരും അർദ്ധസൈനികരും അവരുടെ ജീവിത പങ്കാളികളും ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 54,042 പേർക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴിയുള്ള തപാൽ ബാലറ്റ് സംവിധാനമായ ETPBS വഴി വോട്ട് ചെയ്യാം. ഹോം വോട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി സാർഥി എന്ന മൊബൈൽ ആപ്പും ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് പാലക്കാട് മണ്ഡലം ഒരുങ്ങുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ മണ്ഡലത്തിലെ പ്രചാരണത്തിനും ചൂടുപിടിക്കുകയാണ്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി റോഡ് ഷോയോടെ തന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന NMR റസാഖിന്റെ റോഡ് ഷോ നടക്കും. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയം ആവർത്തിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാമതെത്തിയ മണ്ഡലത്തിൽ വിജയം ലക്ഷ്യം വെച്ചാണ് NDA മുന്നണിയുടെ പ്രചാരണം. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്തിയ LDF നഗരത്തിലെ ഹോട്ടൽ വ്യവസായിയെ പൊതു സ്വതന്ത്രനായി അവതരിപ്പിച്ചാണ് കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരിയിലെ ജില്ലാ രജിസ്ട്രാർ ജനറൽ സച്ചിൻ കൃഷ്ണ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. അതേസമയം പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോ ഇന്ന് വൈകിട്ട് ഇരിട്ടിയിൽ നടക്കും. അഴീക്കോട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി KK വിനോദ് കുമാറിന്റെ റോഡ് ഷോ ഇന്ന് പുതിയ തെരുവിൽ നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. ധർമ്മടം മണ്ഡലത്തിൽ K രഞ്ജിത്താണ് ഇത്തവണ ജനവിധി തേടുന്നത്. മഞ്ചേരിയിൽ പത്മശ്രീ M-ഉം കുണ്ടറയിൽ റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കും. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴ RDO സമീർ കിഷൻ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ഓഫീസുകൾ സ്ഥാപിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ബാധകമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണത്തിനായി താൽക്കാലിക ഓഫീസുകൾ ആരംഭിക്കുന്നത് നിയമവിധേയമായ ഇടങ്ങളിലായിരിക്കണം. കയ്യേറ്റ സ്ഥലങ്ങളിൽ ഇത്തരം താൽക്കാലിക ഓഫീസുകൾ അനുവദിക്കില്ലെന്നും ഇത് സ്വകാര്യ സ്ഥലമാണെങ്കിലും പൊതുസ്ഥലമാണെങ്കിലും നിരോധനം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ശിക്ഷ വിധിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. വയനാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ ചങ്ങാതി പദ്ധതിയുമായി സംസ്ഥാന സാക്ഷരതാ മിഷൻ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 30 പേർക്ക് ഒരു ക്ലാസ് എന്ന രീതിയിൽ മലയാളവും ഹിന്ദിയും നന്നായി സംസാരിക്കാൻ അറിയുന്ന ഇൻസ്ട്രക്ടർമാരെ നിയമിച്ച് പരിശീലനം നൽകും. 3 മാസത്തിനുള്ളിൽ അടിസ്ഥാന മലയാളം പഠിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർക്കാർ അംഗീകൃത സാക്ഷരതാ സർട്ടിഫിക്കറ്റും നൽകും. താല്പര്യമുള്ളവർക്ക് തുടർന്ന് 4ാം തരം, 7ാം തരം, 10ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനും അവസരമുണ്ട്. മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. 10 നാൾ നീളുന്ന പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ഞായറാഴ്ച വൈകിട്ട് 5-ന് നട വീണ്ടും തുറക്കും. തിങ്കളാഴ്ച രാവിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റ് നടക്കും. സംസ്ഥാനത്ത് റംസാൻ മാസപ്പിറവി ഇന്ന് ദൃശ്യമായാൽ വിവരമറിയിക്കണമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1660 പോയിന്റ് താഴ്ന്ന് 75,044-ലും നിഫ്റ്റി 521 പോയിന്റ് താഴ്ന്ന് 23,253-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2040 രൂപ കുറഞ്ഞ് 1,13,400 രൂപയും ഗ്രാമിന് 14,175 രൂപയുമാണ് ഇന്നത്തെ വില. ചൈത്ര നവരാത്രി ഉത്സവത്തിന് ഇന്ന് തുടക്കമായി. രാജ്യമെമ്പാടുമുള്ള ഭക്തർ ക്ഷേത്രങ്ങളിൽ രാവിലെ ആരതി അർപ്പിച്ചാണ് 9 ദിവസത്തെ ഉത്സവം ആരംഭിച്ചത്. നവദുർഗ എന്നറിയപ്പെടുന്ന ദേവിയുടെ 9 രൂപങ്ങളുടെയും ആരാധനയാണ് ശക്തി, വിശുദ്ധി, ജ്ഞാനം എന്നിവയെ പ്രതീകങ്ങളായി ഓരോ ദിവസവും നടക്കുന്നത്. വസന്തകാലത്തോടും ഹിന്ദു പുതുവത്സരത്തോടും ഒത്തുചേരുന്നതിനാൽ ചൈത്ര നവരാത്രിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ചൈത്ര നവരാത്രി ആശംസകൾ നേർന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം ആരംഭിക്കുന്ന പൈങ്കുനി ഉത്സവത്തിന്റെ താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് മണ്ണുനീർ കോരൽ ചടങ്ങ് മിത്രാനന്തപുരം കുളത്തിൽ നടത്തി. കുളത്തിൽ നിന്ന് ശേഖരിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്ന മണ്ണിൽ നവധാന്യങ്ങൾ വിതറുകയും മുളയ്ക്കുന്ന നവധാന്യങ്ങൾക്ക് നിത്യവും പൂജ നടത്തുകയും ചെയ്യും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം അടുത്ത മാസം 30-ന് യാത്ര തിരിക്കും. ആദ്യ വിമാനം ഏപ്രിൽ 30-ന് ഉച്ചയ്ക്ക് 2:10-ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 5:30-ന് ജിദ്ദയിൽ എത്തിച്ചേരും. 432 പേരെ വഹിക്കുന്ന വിമാനം മൊത്തം 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് നടത്തുന്നത്. 17 സാധാരണ ഹജ്ജ് സർവീസും 3 ലഘു ഹജ്ജ് സർവീസുമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല പൂരം അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാതല യോഗം ചേർന്നത്. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഏപ്രിൽ 20-നാണ് കൊടിയേറ്റം. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന മന്ത്രാംഗം കൂത്തിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ കലാമണ്ഡലം രാമചാക്യാരും സംഘവുമാണ് കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രാചീനവും സവിശേഷവുമായ മന്ത്രാംഗം അവതരിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. ധർമ്മടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 39 സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട പത്രിക പുറത്തിറക്കി BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തപാൽ വോട്ടിനുള്ള അപേക്ഷാ സമർപ്പണം ശനിയാഴ്ച വരെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.